എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ, പിണറായി വിജയൻ കള്ളനാണ് എന്ന് സ്ഥാപിക്കാൻ, പിണറായി വിജയൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്ന് സ്ഥാപിക്കാൻ, പിണറായി വിജയൻ പൊതുപ്രവർത്തനത്തിന് നേതാവായി നടക്കാൻ അർഹതയില്ലാത്ത ഒരാളാണെന്ന് സ്ഥാപിക്കാൻ എന്തിനു പറ്റി? കറക്റ്റ് സമയത്തിന് എനിക്ക് വന്നിട്ടല്ലോ. കഴിഞ്ഞ കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് പിണറായി വിജയനെതിരായി മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പൊതുവിൽ ദുർബലപ്പെടുത്താൻ ആവശ്യമായ നിരവധി നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നു. നിങ്ങളിപ്പോ വീണ്ടും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ കൊണ്ടുവരാൻ നോക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചർച്ചയുടെ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ അജണ്ടയുടെ ഭാഗമായി ഈ നാട് മാറില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക്. നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളോ? വീണയുടെ കമ്പനി GST അടച്ചിട്ടില്ല എന്ന ഒരു ആരോപണമാണ് മാറ്റിക്കൊടുന്നാണ് ഉന്നയിക്കുന്നത്. വീണയുടെ കമ്പനി GST അടച്ചിട്ടുണ്ടെങ്കിൽ, വീണ GST അടച്ചിട്ടുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമോ എന്ന ഒരു വെല്ലുവിളി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് AK ബാലൻ നടത്തിയിട്ടുണ്ട്. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ മാറ്റിക്കൊടുന്നാടൻ തയ്യാറാവുമോ? ആ വെല്ലുവിളി ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. GST അടച്ചിട്ടില്ലെങ്കിൽ നിയമവിധേയമായി കിട്ടിയ പണമാണല്ലോ, അക്കൗണ്ട് മുഖേന കിട്ടിയ പണമാണല്ലോ. അക്കൗണ്ട് മുഖേന വന്ന പണത്തിന്റെ കണക്ക് കൃത്യമായും അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞാനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യും. ഈ വെല്ലുവിളി മാത്യു ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചല്ലോ, അതിനൊരു മറുവശമുണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു രേഖയില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇത് സേവനത്തിനുള്ള പണമല്ല എന്ന് CPM അംഗീകരിക്കുമോ എന്നൊരു തിരിച്ചു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു രേഖയുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ ആളാരാണ്? ശ്രീമതി വീണ വിജയനാണ്. എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യം മാത്രം താങ്കൾ പറഞ്ഞു തരുമോ? ഇത് എന്ന് തൊട്ടാണ് ഇങ്ങനൊരു ജനാധിപത്യ ബോധത്തിലേക്ക് CPM മാറിയത്? താങ്കൾ DYFയുടെ സംസ്ഥാന നേതാവല്ലേ? താങ്കൾ അടക്കമുള്ള യുവാക്കൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഈ വ്യക്തിക്ക് പണം പോയത് സർക്കാരുമല്ലേ ഉന്നതനുമായി ബന്ധത്തിന്റെ പേരിലാണെന്നൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ തീർപ്പിൽ എഴുതി വെച്ചാൽ അത് മൈൻഡ് ചെയ്യേണ്ടതല്ല, അത് കണ്ണടച്ചു പോകേണ്ടതാണെന്ന് അംഗീകരിക്കുന്ന ജനാധിപത്യ ബോധം, ധാർമ്മിക ബോധം എന്ന് തൊട്ടാണ് CPM-നോ DYFയ്ക്കോ ഉണ്ടായി തുടങ്ങിയത്. അതൊന്ന് വിശദീകരിച്ച് തന്നാൽ മതി. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ? നിങ്ങൾ ഈ പറയുന്ന അർദ്ധ ജുഡീഷ്യൽ ബോഡിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ആരാ നിയന്ത്രിക്കുന്നത്, ഇവരൊക്കെ ആരാ നിയമിച്ചത് എന്നൊക്കെ നല്ലതുപോലെ ഈ നാടിനറിയാം. RSSന്റെ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് ചില സെറ്റിൽമെന്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ചില കാര്യങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടാവും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. അതായത് ഈ പറഞ്ഞ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിനെ ഒരു നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായിട്ട് CPM കാണുന്നില്ല. അതിപ്പോ ഈ സെറ്റിൽമെന്റ് ബോർഡ് ചില പ്രത്യേക താല്പര്യത്തെ മുൻനിർത്തിയിട്ട് അതിനകത്ത് ചില വരികൾ എഴുതി ചേർത്തിട്ടുണ്ട്. അത് ചലഞ്ച് ചെയ്യേണ്ടതാണ് ചോദ്യം ശ്രീ സനോജ്. അത് ചലഞ്ച് ചെയ്യണ്ടേ? ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. എന്താ പിന്നെ പറയട്ടെ, ഞാൻ ഈ കരാറിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വ്യവസ്ഥ ഈ നമ്മുടെ കമ്പനി ലംഘിച്ചു എന്ന് പറഞ്ഞോ? എക്സാലോജിക്ക് ലംഘിച്ചു എന്ന് എവിടെയെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിയില്ല. എല്ലാ പണവും ഈ തീർപ്പ് CMRL അംഗീകരിക്കുകയാണ് ഒടുവിൽ ശ്രീ സനോജ്. താങ്കൾ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നോക്കൂ, ഇത് തീർപ്പാണ്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പാണ്. ആ തീർപ്പുണ്ടായിട്ട് ആഴ്ചകളേറെയായി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അതിനെതിരെ CMRL കോടതി പോയിട്ടുണ്ടോ? അതിൽ ഈ ബന്ധപ്പെട്ട കക്ഷി എന്നെ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ തൈക്കണ്ടി കോടതി പോയിട്ടുണ്ടോ? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. അതൊക്കെ എപ്പം മിണ്ടണം, എങ്ങനെ നടപടി സ്വീകരിക്കണം എന്നൊക്കെ ബന്ധപ്പെട്ട കമ്പനിയും അതിന്റെ ആളുകൾ തീരുമാനിക്കും. നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഈ ബോധത്തിലേക്ക് നോക്കൂ. സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എന്തെങ്കിലും ദോഷമുണ്ടാക്കുമെങ്കിൽ അവരതിനെ തടപെടും. നിങ്ങൾക്ക് എന്താ ഇത്ര തിടുക്കം? ഒറ്റ വെച്ചുകൊണ്ട് കാര്യമില്ല. കാണേണ്ടത് ഞങ്ങൾ കാണും, പരിശോധിക്കേണ്ടത് ഞങ്ങൾ പരിശോധിക്കും. തിടുക്കം പറഞ്ഞുതരാം ശ്രീ സനോജ്. നിങ്ങൾക്ക് 2016 വരെ ഉണ്ടായിരുന്നത് ഇത്തരം ഒരു ബോധ്യമല്ലല്ലോ. ഇത്തരം ഇളവുകൾ നിങ്ങൾ CPM DYF ഒക്കെ 2016 വരെ ഈ അപ്പോഴത്തെ സർക്കാരിന് മറ്റോ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള തീർപ്പല്ലേ ഇത്? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചുകളി?
ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. നിങ്ങളുടെ ബോധ്യം ഈ 7 വർഷമായിട്ടുള്ള ബോധ്യമല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ സെറ്റിൽമെന്റ് ബോർഡിൽ എഴുതി വെക്കുകയാണ് ഈ പണം സർക്കാരിന്റെ ഉന്നതനമായിട്ടുള്ള ബന്ധം കൊണ്ട് ആണ് ഈ മകൾക്ക് കിട്ടിയതെന്നൊരു തീർപ്പ് എഴുതി വെച്ചാൽ അത് ഡിഫമേറ്ററി അല്ലേ? അത് അപമാനകരമല്ലേ? അത് അങ്ങനെ അല്ലെങ്കിൽ അതേക്കുറിച്ചൊരു വാക്ക് പ്രതികരിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി ചെയ്യാത്തത്? ഇനി രക്ഷയില്ല. നമ്മുടെ അവസാനം അതിന് നിങ്ങൾ എങ്ങനെയാണ് ശ്രീ സനോജ് ഇതിനെ ന്യായീകരിക്കുന്നത്? ഇത് ഏത് ജനാധിപത്യ ബോധമാണ്? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും പറയുന്നില്ലേ? ഈ രാജ്യത്തെ ഇങ്ങനെയെല്ലാമുള്ള പലവിധത്തിലുള്ള സംവിധാനങ്ങളെയും രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? ഇനി തള്ളല്ലേ താങ്ങും. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ രാജ്യത്തൊന്നല്ലേ താമസിക്കുന്നത്? അതെ അതെ. നിങ്ങൾക്ക് അന്ധമായ CPM വിരോധം, അന്ധമായ പിണറായി വിരോധം, നിങ്ങൾക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ ആകെ മോശമാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മനസ്സില്ലെന്ന് തന്നെയാ പറയുന്നത്. രാഷ്ട്രീയമായ മറുപടിയാണത്, രാഷ്ട്രീയമായ പ്രതിരോധമാണത്. എങ്കിൽ പിന്നെ ശ്രീ സനോജ്, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോ AK ബാലൻ അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തുമോ എന്ന് ചോദിക്കുന്നത്? അപ്പൊ പിന്നെ അങ്ങനെ പറയുന്ന ആൾക്കാർ രേഖയുണ്ട് എന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വമില്ലേ? അതെന്താ ചെയ്യാത്തത്? രേഖയുണ്ടെന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങനെ ഓരോ വിഷയം ഉന്നയിക്കുന്നു, രേഖയും എടുത്തിട്ട് നിങ്ങളെ പിന്നാലെ വരലല്ല ഞങ്ങളുടെ പണി. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. രേഖ ചോദിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ സമർപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്ക്. നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? മാത്തിക്കുഴനാടൻ പോയിട്ട് കേസ് കൊടുക്ക്, ബന്ധപ്പെട്ട ആളുകളെ കാണിക്കും. അല്ലാണ്ട് മാത്തിക്കുഴനാടൻ പത്രസമ്മേളനം നടത്തിയാൽ ആ രേഖ എടുത്തിട്ട് നിങ്ങൾ പിന്നാലെ വരുത്തല്ല പണി. അങ്ങനെ നിങ്ങൾ നാളെ വേറെയും രേഖ ആവശ്യപ്പെടും, രേഖ പലതും ആവശ്യപ്പെടും. അതൊന്നല്ല ഞങ്ങളുടെ പണി. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. 2016 LDF അധികാരത്തിൽ വന്നതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ഇളവൊക്കെ നിങ്ങൾ അതിനു മുമ്പത്തെ സർക്കാരിന് കൊടുത്തിട്ടുണ്ടോ? അഴിമതി ആക്ഷേപങ്ങളിൽ സമാനമായ സാഹചര്യം കോൺഗ്രസിന്റെ ഒരു വ്യക്തി മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ അദ്ദേഹവുമായുള്ള ബന്ധം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് വ്യവസായ സ്ഥാപനത്തിന് ഈ പണം കിട്ടിയത് എന്ന് എഴുതി വെച്ചൊരു രേഖ വന്നാൽ നിങ്ങൾ അതിനെ ഈ BJPയുടെ ടൂളായി മാത്രം കണ്ടങ്ങ് വിടുമോ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായി നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അതിനൊന്നും ഇപ്പൊ മറുപടി പറയാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ ആ സമയത്ത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തി മാത്രമേ ആ സമയത്ത് അത് പറഞ്ഞാൽ മതി സാർ. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ശ്രീ സനോജ്, ദയവായി താങ്കളെപ്പോലുള്ള യുവ നേതാക്കൾ നാളെ കേരളത്തിന്റെ ഭാവി ആകേണ്ട ആളുകളാണ്. ദയവായി ഇത്തരം ഇല്ലാവാദങ്ങൾക്ക് പിന്നാലെ പോകല്ലേ. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഇതിൽ ആരാണ് സാർ പരാതിക്കാരാണ്? പരാതിക്കാർ ഈ കമ്പനിയാണ്. ആ കമ്പനിയെ തീർപ്പ് അംഗീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ. നിങ്ങൾ അതിനെ വെറുതെ ഈ പിണറായിയുടെ രമ്യ ഹർമ്യമെന്നോ കമല ഇൻഡാഷ് എന്ന് പറഞ്ഞ താരതമ്യം ആവില്ല സാർ. CPM ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ്. CPM-നെതിരായി നടക്കുന്ന ഗൂഢാലോചനയും CPM-നെതിരായി നടക്കുന്ന നീക്കങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഈ ചർച്ച തന്നെ ഗൂഢാലോചന. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ല. നിങ്ങൾ ഇന്ന് ഇറക്കിയ പോസ്റ്ററിലെ തലവാചകം തന്നെ ഗൂഢാലോചനയാണ്. നിങ്ങൾ ഇന്ന് ഇറക്കിയ പോസ്റ്ററിലെ പിണറായി വിജയന്റെ ചിത്രം തന്നെ ഗൂഢാലോചനയാണ്. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മൊത്തത്തിൽ കുറെ കൊല്ലമായി മനസ്സിലായില്ല സാർ. പക്ഷെ നിങ്ങളുടെ ഗൂഢാലോചനയൊന്നും ഒരു ഫലവും ഇവിടെ ഉണ്ടാവേണ്ടി അത് മനസ്സിലായില്ല. ചോദിച്ചല്ലോ, മനസ്സിലായില്ല. ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. ഇല്ല, മനസ്സിലായില്ല. കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. അല്ല ശ്രീ സനോജ്, ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒന്ന് വിശദീകരിച്ച് തന്നാൽ മതി. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ CPM-നെ തകർക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അതല്ല. ഇനി നിൽക്കേണ്ട വലിയ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.